ഡ്യുവറ്റൊക്കെ പാടുന്ന സമയത്ത് പിന്നെ മെയിൽ വേർഷൻ എഴുതുന്നതും ഫീമെയിൽ വേർഷൻ എഴുതുന്നതും പലപ്പോഴും മെയിൽ തന്നെയാണ്. അതങ്ങനെ മെയിലിൻ്റെ ഫീലിംഗ് മെയിൽ വേർഷൻ ഇപ്പം എനിക്ക് എൻ്റെ ഫീലിങ്സും എൻ്റെ കൂട്ടത്തിലുള്ള സജിയുടെ ഫീലിങ്സും അതുപോലെ സുഹൃത്തുക്കളുടെ ഫീലിങ്സും ഒക്കെ മനസ്സിലാവും. എനിക്കൊരു പരിധിവരെ പഠിക്കാനും പറ്റും. ഇപ്പോൾ പാണ്ഡവപുരം പോലെയുള്ള നോവലുകൾ സേതു എഴുതിയിട്ടുള്ളത് അങ്ങനെ അറ്റത്തെ സ്ത്രീ പക്ഷ രചനകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കവിതയും കഥയും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഫീമെയിൽ വേർഷൻ അത്രത്തോളം വരുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഫീമെയിലായിട്ട് പ്രത്യേകിച്ച് വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ, നല്ലോണം വായിക്കുന്ന എനിക്കറിയാം, നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ നല്ലോണം വായിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്ത് തോന്നുന്നു അത്തരത്തിലുള്ള വരികളൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സാഹിത്യകാരന്മാരുടെ ഒരു അളവെടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളുണ്ടല്ലോ ധാരാളം, എഴുത്തുകാരെന്നുള്ള രീതിയിൽ. ഇത് പ്രശ്നം ഇതിൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായതുകൊണ്ടാണ്. അതൊരു പാട്ടെഴുത്ത് ഗാനരചന എന്ന് പറയുമ്പോഴേക്കും അത് ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഇപ്പം സംഗീതജ്ഞരുടെ അളവെടുത്തു കഴിഞ്ഞാൽ പാട്ടുകാരുടെ സിനിമയുടെ പുറത്തുമൊക്കെയുള്ള ഗായകരുടെ അളവെടുത്തു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെയാണ് അല്ലേ? കാരണം ക്ലാസിക്കൽ മ്യൂസിഷ്യൻസും ഒക്കെ സ്ത്രീകളും ഒക്കെ പിന്നെ ധാരാളം വന്നു. അനുവാദത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടൊരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിലൊക്കെ സ്ത്രീകൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് വളരെ പിന്നീടാണ്. അത് ഏത് മേഖലയിലുള്ളത് പോലെ തന്നെ ആ ഒരു ഇന്ന തൊഴിൽ ഇന്ന ആൾക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ പറയില്ലേ, ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫീമെയിലിനെ അസോസിയേറ്റ് ചെയ്യും, ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിലിനെ ഞാനൊരു എന്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നറിയോ? ഇപ്പോൾ ആരാധ്യം പറയും പറയാതിരി വയ്യ എഴുതിയ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു പുരുഷന് ഇപ്പോൾ നമുക്ക് തൊടുക എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ പറയുക, നോക്കുക, ഒരു ഒളികണ്ണിട്ട് നോക്കുക, ഇതൊക്കെ ഫീമെയിൽ പെർസ്പെക്റ്റീവ് ഫെമിനിൻ പെർസ്പെക്റ്റീവ് എന്ത് തന്നെയായാലും വ്യത്യാസമായിരിക്കും. അത് വ്യത്യാസം തന്നെയാണ്. അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതിനെയാണ് നമ്മൾ സ്ത്രീപക്ഷം എന്നുള്ള രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ശ്യാം പുഷ്കറിന്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ നിങ്ങൾ സത്യം പറയുന്നത് ആരാ എഴുതിയെന്ന് തോന്നുന്ന രീതി, അയ്യോ നമ്മളുടെ തോന്നലുകൾ ഇങ്ങർക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് അങ്ങനെ പറയുമല്ലോ ചില ക്യാരക്ടറൈസേഷൻസ് ഒക്കെ കാണുമ്പോൾ. അതേപോലെ തന്നെയാണ് ഇപ്പം ചില പാട്ടുകൾ ഫെമിനീൻ തീമിലുള്ള പാട്ടുകൾ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എവിടെയോ അത് എനിക്ക് തോന്നുന്നില്ല അത് കേൾക്കുന്നവർക്കോ പറയുന്നവർക്കോ അല്ലെങ്കിൽ ഒരു മെയിൽ പെർസ്പെക്റ്റീവിൽ ഇത് മനസ്സിലാവുമോ എന്ന് പോലും അറിയില്ല. സ്ത്രീകളുടെ ഉള്ളിൽ നിന്നും അസോസിയേറ്റ് ചെയ്യുന്ന ചില തരം ഇടങ്ങളിലുള്ള പാട്ടുകളും രചനകളും ഉണ്ടായിരിക്കും. അത് സ്ത്രീകൾ തന്നെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എനിക്ക് ഉദാഹരണങ്ങൾ പറയാനില്ല. അങ്ങനെ സ്ത്രീകൾ എഴുതിയ പാട്ടുകൾ ചിലപ്പോൾ ഞാൻ പാടിയൊരു പാട്ടിൽ ഇപ്പം ജിലു ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടില്ല, പക്ഷെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. അതിൽ നനയുമീ മഴ പോലെ എൻ്റെ മനസ്സേ അറിയുമോ, അതിൽ ചില വരികൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത് രസമുണ്ടല്ലോ, ഇത് സാധാരണ കേൾക്കുന്ന എഴുത്തല്ലല്ലോ തോന്നുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അതിനുള്ള കാരണം ഒരുപക്ഷെ ഇതായിരിക്കും, ആ ഒരു ഫെമിനിൻ പെർസ്പെക്റ്റീവ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്തൊരു പാട്ട് എന്ന് പറയുന്നത് എൻ്റെ ആകാശം എന്ന് പറഞ്ഞ പാട്ടാണ്. എൻ്റെ ആകാശഭൂമിയിൽ നനയ്ക്കാതെ കാക്കാതെ മുട്ടിട്ടു വിരയുന്ന വെൺമലരെ, ഇതുവരെ അറിയാത്ത നിൻ സുഗന്ധം എൻ മുടിയിഴത്തണുപ്പിതിൽ മയങ്ങിടുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് എഴുതിയ ഒരു ജോട്ടിംഗ് ആണ്, ഒരു കത്താണ്. ഇതിനെയാണ് ഞാൻ പാട്ടാക്കിയത്. ഇത് കേട്ടിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള സ്ത്രീകളാണ്. ഇത് മികച്ചൊരു രചനയൊന്നുമല്ല, ഒരുപാട് ഗ്രാമാറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും, സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്തുകൊണ്ടോ സ്ത്രീകൾക്ക് ഇത് കുറച്ചുകൂടി കണക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുള്ള കാരണം ഇതായിരിക്കും. അത് നമുക്ക് എല്ലാം ഒന്നും ഡിഫൈൻ ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ പറ്റില്ലല്ലോ രാജീവേട്ട. എൻ്റെ ഊഹത്തിൽ സ്ത്രീകളോട് സംസാരിപ്പോൾ ഗേൾ സ്ട്രിപ്പ് എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് അല്ലേ, അല്ലെങ്കിൽ ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ നമ്മൾ പറയും. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, നമുക്ക് ബയോളജിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നമ്മുടെ പ്രായം ഇതിനെയൊക്കെ സെയിം ജെൻഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വേറെ എന്തോ തരത്തിലുള്ളൊരു കെമിസ്ട്രി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ പാട്ടിലൊക്കെ ഉണ്ട്.